കാണുന്ന സംഭവം എന്താണ്? ഇതിപ്പോ വിറക് പൊളിക്കുന്ന മെഷീനാണ്. ഇപ്പൊ റീവർക്കിന് വേണ്ടി ഇവിടെ വന്നതാണ്. ഇനി ഇത് കാണുന്ന നിങ്ങളോട് ഇങ്ങനത്തെ ഒരു യന്ത്രം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാല് ഉണ്ടാക്കി കൊടുക്കും. സെറ്റല്ലേ? ഇത് ചന്ദ്രക്കലയാണ്, ഇത് ഓം ആണ് അല്ലേ? ഈ കാണുന്ന കോൺക്രീറ്റ് കൊയ്ക്കണ മിക്സർ മെഷീന് ഈ ലെയ്ത്തിൽ ഉണ്ടാക്കിയ കൈപ്പണിയാ. ടാറ്റന്റെ ഫുള്ള് കളി ടാറ്റമല്ലേ? അടുത്ത ഓട്ട കട്ട് ചെയ്ത് ഒരു പീസ് നിലത്ത് കിണി. ഇതിവിടെ ആദ്യം ഉണ്ടായിരുന്ന സാധനമാണ്. ഇതിപ്പോ വലിയ ഷീറ്റ് വെച്ചുകൊണ്ട് ഉണ്ടാക്കി തന്നതാണ്. ഇതിപ്പോ ഫില്ലർ ബോക്സ് പവറാ സംഭവം സെറ്റാ. നീ കാണുന്ന ജോയിന്റ് മാത്രം എന്ത് ചെയ്യാ ബെൽഡ് ചെയ്യണേ. ചങ്ങായിമാരെ, ഒരു കിടിലം വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മലപ്പുറത്ത് നിന്ന് പടപ്പറമ്പ് ടു പെരിന്തൽമണ്ണ റൂട്ടിൽ കുറച്ച് ഫ്രണ്ട് കണ്ട് പോയിക്കുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ മാസ്മരിക ലോകം എന്നറിയപ്പെടുന്ന VK ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ വെറൈറ്റി കേവലം തൊള്ളോണ്ട് മാത്രം പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് വീഡിയോയിൽ പ്രാക്ടിക്കൽ അടക്കം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കണ്ടമാനം വീട്ടിലത്തെ കിണറിൻ്റെ ഉള്ളിൽ പുല്ല് വരാതിരിക്കാൻ വേണ്ടി തേക്കണ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിണറിൻ്റെ ഉള്ളിലൊക്കെ തേക്കണ പണിക്ക് എന്തായാലും നല്ലൊരു പ്ലാറ്റ്ഫോം കെട്ടണം. പ്ലാറ്റ്ഫോം കെട്ടാൻ വേണ്ടി നാട്ടിലത്തെ വാടകയുടെ പോയിട്ട് സ്പാന് വാടക എടുത്തുകൊണ്ടിരും. ചില ദിവസങ്ങളിൽ സാധനം അവിടെ കിട്ടൂല, പുറത്ത് പോയിണ്ടാവും. അപ്പോൾ ആ സ്ഥിതിക്ക് കുറേ കാറായിട്ട് സ്പാൻ ഇങ്ങനെ സ്വന്തമായിട്ട് രണ്ടെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അങ്ങനെ അന്വേഷിച്ചിട്ട് അവസാനം എത്തിപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ ഇവിടുത്തെ മുതലാളി പറഞ്ഞ് എത്തിപ്പെട്ടത് ഏതായാലും നഷ്ടം വന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇത് ഒരുപാട് ആൾക്കാർ അറിയാത്തവരുണ്ടാവും. ഓൽക്കും വേണ്ടിയിട്ട് നമ്മളെ ഈ സ്ഥാപനവും ഇതിൻ്റെ മെയിൻ ഹെഡായിട്ടുള്ള മലപ്പുറം കൂട്ടിലങ്ങാടിയുള്ള മലബാർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി അടക്കം ഒന്ന് കൂട്ടി കുഴച്ച് പരിചയപ്പെടുത്തി കൊടുക്കുമോ, സെറ്റാക്കൂല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ, കൂടെ പോരാ സെറ്റ്. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച ഒരു നോർമൽ സ്റ്റീൽ ഡോറാണ്. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? ഇത് 210 ഹൈറ്റ്, 90 വീതി. അപ്പൊ ഒരു വീടിന്റെ മെയിൻ ഡോറിൽ നിന്ന് വരുമ്പോൾ 90 വീതി മതിയാവൂല, അപ്പൊ അത് കസ്റ്റം ചെയ്തൂടെ? 120 ആക്കാം. നിങ്ങൾ പറഞ്ഞ കോലത്തിൽ ഉണ്ടാക്കി തരും. ഇതിന്റെ അപ്പുറം കാണുന്ന ഈ മഞ്ചാരി ഉണ്ടാക്കി വെച്ച സംഭവം ഓർഡർഡ് ആണോ അതോ ഡിസ്പ്ലേക്ക് വെച്ചതാണോ? ഇതൊരു ഓർഡർ ചെയ്തൊരു കസ്റ്റമർ ഓർഡർ ചെയ്താണ്. ഇത് 5 ഇഞ്ചും കെട്ടും, 3 ഇഞ്ചും കെട്ടും. ഈ 5 വീതിയില്ലേ നമുക്കിപ്പോ 8 ഇഞ്ച് കല്ലിന് കവർ ചെയ്യണ കോലത്തിൽ, തേപ്പുകാൻ അടക്കം കവർ ചെയ്യണ കോലത്തിൽ 9 ഉണ്ടാക്കി തരും. പിന്നെ ഈ സാധാ ഡോറിനെ അപേക്ഷിച്ചിട്ട് മഞ്ചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്ട്രാ ഈ ഒരു ചിറക് കൂടി ചേരാണ്. ഇന്നാളെ നമ്മളൊരു മഞ്ചാരി ഡോർ റിനോവേഷന്റെ ഭാഗത്ത് വീട്ടിൽ വെച്ചിനി. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ച് ഈ മഞ്ചാരി ഡോർ ഇവിടെ ഉണ്ടാക്കി തരാന്നുള്ളത് ഉണ്ടാക്കി കൊടുക്കൂലേ? എത്ര ഓർഡർ വന്നാലും മഞ്ചാരി ഡോർ മാത്രമല്ല ജനാല ഉണ്ടാക്കുമോ? ജനാലി ഉണ്ടാക്കും, മഞ്ചാരി ജനാലി ഉണ്ടാക്കും. അപ്പല്ലേ ഞങ്ങൾക്ക് മഞ്ചാരി ജനവാതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന ഫ്രെയിമിന്റെ ഇപ്പുറത്തേക്ക് ഇതേപോലത്തെ ഒരു ഫ്രെയിം ആഡ് ചെയ്ത് കണ്ട് മഞ്ചാരി ജനവാതിലാക്കി തരും. അപ്പൊ ആ സംശയം തീർന്നില്ലേ? പിന്നെ ഈ കാണുന്ന ഏരിയയിൽ ഈ കാണുന്ന സിലിണ്ടർ ഇവിടെ ഗ്യാസ് കട്ടിങ്ങിന്റെ പരിപാടി ഉണ്ടല്ലോ, എന്തിനു ഉപയോഗിക്കുന്നു? നമ്മൾ ഹെവി പ്ലേറ്റ് ഒക്കെ ഉണ്ടാവും, തിക്നെസ് കൂടിയ ഇതേപോലത്തെ ഹെവി പ്ലേറ്റ്, അതേപോലെ ഈ ബീം, എച്ച് ബീം ഒക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ ലേസർ കട്ടിംഗ് എത്ര തിക്നെസ് വരെ കട്ടായി പോകും? നമുക്ക് 25 mm വരെ നമ്മൾ ലേസർ കട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് മാത്രമേ കേട്ടോ. ഇത് എന്തിനു സെറ്റപ്പാണ്? നമ്മളെ ഡ്രില്ല്, നമ്മളെ മുട്ടിന് ഹോൾ ഇടണം. ഈ കാണുന്ന ഹോൾസ് ഇതിപ്പോ ഓട്ടിട്ടറിനെ കാണിച്ചാൽ പറഞ്ഞാൽ എന്തുകൊണ്ടെന്നറിയോ? ഇതിപ്പോ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മൊത്തം ഇതിനെ ഉൾപ്പെട്ടോട്ടെ. മറ്റൊരു വെൽഡിംഗ് കട ഉപയോഗിക്കാണ്ട് എങ്ങനെയാണ് ഹോട്ടലിൽ ഇങ്ങനെ എത്തി നോക്കൂലല്ലോ, അതിന് സമയമില്ല. അപ്പൊ ഇവിടെ കണ്ടോളി, ഒന്നും അറിയാവും. ഈ മെഷീൻ ഇവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കണത്? ഇതിപ്പോ നമുക്ക് ജാക്കിക്ക് ത്രെഡ് ഇടാൻ വേണ്ടിട്ട്. ഓക്കെ, ഇതേപോലത്തെ ഒരു റൗണ്ട് വൈപ്പ് ആണെങ്കിൽ നമ്മളിങ്ങനെ ത്രെഡ് ഇട്ട് കണ്ട് നിങ്ങൾക്ക് തരും. ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓ, കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഗേറ്റ് ഒക്കെ ചെയ്യല്ലേ? ഈ വെള്ള സംഭവം എന്താണ്? നമ്മൾ ടൈല് കട്ട് ചെയ്യുമ്പോൾ വാട്ടർ ലെവലിന്റെ പൈപ്പിൽ വെള്ളം ഒഴിക്കണ മാതിരി അല്ലേ? ഇതിപ്പോ നല്ല തിക്നെസ് ഉള്ള പൈപ്പ് അല്ലേ? 3 mm. ആ ലോക്കൽ പൈപ്പ് പറ്റില്ലല്ലോ, ടാറ്റന്റെ ഫുള്ള് കളി ടാറ്റമല്ലേ? ഓഫ് ചെയ്യണേ. അതായത് കയറ്റി വെച്ചാലേ പിരി തുടങ്ങിയാലേ ഫുള്ളാക്കണം. ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രോസസ്സ് എങ്ങനെയാണ്? ഇത് നേരെ ഇതിന്റെ മുകളിൽ കണ്ട് കയറ്റുക. അപ്പൊ ജാക്കിയായി. ഈ മെഷീനിൽ വെച്ചുകാണ്ട് ത്രെഡ് ഇട്ട് ഒരു റൗണ്ട് പൈപ്പാണ് എന്റെ കയ്യിലുള്ളത്. നമ്മൾ ഈ ഒരു സെറ്റപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വെച്ചിട്ടാണെങ്കിൽ സെൻട്രിങ് ജാക്കിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ പൈപ്പ് ഒന്ന് പരിചയപ്പെടുത്തിയാണ്. ഇത് 2 ഇഞ്ച് വണ്ണം വരുന്ന 3 mm തിക്നെസ് ഉള്ള ഒരു ഹെവി പൈപ്പാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഈ മോൾ തൊട്ട് ഏകദേശം 1 അടിയോളം ത്രെഡ് ഈ മെഷീനിൽ കൊടുത്തു. സെൻട്രൽ റോൾസ് കാണുന്നുണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? അതിന് സ്ലോട്ട് ഹോൾ എന്ന് പറയും. സ്ലോട്ട് ഹോൾ. ഈ ഓട്ട കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ച്. അതിന്റെ മെഷീനാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ, ഈ ഒരു വർക്ക് നമ്മൾ ജനങ്ങളെ കാണിക്കുമ്പോൾ ഇതിന് എന്താണ് ഉപകാരപ്പെടുന്നത്? ഒരു ചോദ്യം. ഇതൊരു വെൽഡർമാർക്ക് നമ്മൾ ഈ ഒരു ഭാഗം ഒരു നട്ടും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ സാധനം ജാക്ക് ഉണ്ടാക്കാൻ പറ്റും. പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ശരിക്കും
നമ്മളെ നാട്ടിലെ ഒരു റൂം 2 റൂമൊക്കെ ഉള്ള ബിൽഡർമാർ ഇപ്പം ഇതേപോലെ തന്നെ ഒരു 5, 8, 10 ജാക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓൾക്ക് ആ വർക്കിൽ ഏറ്റവും വലിയ ട്രബിൾ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ത്രെഡും ഈ സ്ലോട്ടോളം ആയിരിക്കും. അതിന് ഒരു ഹെവി മെഷീനെ തന്നെ ആശ്രയിക്കണം. അപ്പോൾ ഓൾക്ക് ഒരു ഉപകാരം ചെയ്യാണ്. ഇപ്പോൾ ഓല് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലത്തെ പൈപ്പേറ്റ് വന്നിക്കുകയാണെങ്കിൽ ഈ 2 സെറ്റപ്പും ഇവിടെ ചെയ്ത് കൊടുക്കും. നേരെ മറിച്ച് ഓൾക്ക് ഇതാ പൈപ്പ് വേണമെങ്കിൽ പൈപ്പ് കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആക്സസറീസ് ഇതാ ഈ പാർട്സുകളൊക്കെ ജാക്ക് കംപ്ലീറ്റ് ആവാനുള്ള ബാക്കിയുള്ള ആക്സസറീസ് ഇവിടെ കിട്ടാണ്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അത് കൊണ്ടുപോയിക്കുകയാണെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ബെൽഡ് ചെയ്ത് കണ്ട് ഒരു ജാക്ക് കംപ്ലീറ്റ് ആക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾ അവിടുന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ റിസ്ക് ഉള്ള ഭാഗം ഇവിടെ ചെയ്തിരുന്നാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോ 2 മണ്ണുള്ള പൈപ്പിലാണ് ഇപ്പൊ ത്രെഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ കയ്യിലുള്ളത് വേറെ ലെവലാണല്ലോ. ഇത് ടൈറോഡ് എന്ന് പറയും. ഇത് പ്ലൈവുഡിന്റെ പില്ലർ ബോക്സ് ലോക്ക് ആക്കുന്ന ഒരു സിസ്റ്റം. ഇപ്പോഴത്തെ കാലത്ത് മോഡൽ മാറി, പെട്ടി സ്കൂറായി മാറി. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫില്ലറിന്റെ ബോക്സ് ഒക്കെ ഇതേപോലെ മുറുക്കലായിരുന്നു. പലതരമായി ത്രെഡിന്റെ പരിപാടി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു തരുന്നത്. എല്ലാം ഇവിടെ ചെയ്ത് കൊടുക്കൂലേ. പിന്നെ ഉണ്ടല്ലോ, ഈ ഇപ്പൊ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇതേപോലത്തെ ഒരു 500 ജാക്ക് റെഡിമെയ്ഡ് ഫുൾ പരിപാടി തീർന്നത് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ വന്ന് ഓർഡർ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. അതിനാണ് കായ് GI ഷീറ്റ് എന്ന് പറയും. GI ഷീറ്റ് അല്ല, നിങ്ങൾ സെൻട്രിങ്ങിനെ കടിക്കുന്ന ഷീറ്റ് ഇല്ലേ, ആ ഷീറ്റിന് ഇതല്ലോ ഉപയോഗിക്കുക. MS മതി അല്ലേ. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് പറഞ്ഞ്? ഇത് നമ്മൾ ജനൽ വാതിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതിന്റെ ഫ്രെയിം. ഓക്കെ, ഇതോടെ വളയ്ക്കാൻ വേണ്ടി പോവാ. ഇതാണ് സംഭവം അല്ലേ. ആ വലിയ ഷീറ്റിന് എന്ത് ചെയ്യും, നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി അതിന്റെ ശേഷം എന്താക്കി ഇപ്പൊ നിങ്ങൾ ഈ ലെവലാക്കാൻ വേണ്ടി പോകണോ? ഓക്കെ, ഈ ഒരു ചകട്ട് കഴിഞ്ഞ് ഞാൻ അടുത്ത ചകട്ട് കേട്ടോ. ഓക്കെ, 2 ആയില്ലേ. ഇതുമ്മൽ എത്ര ഉണ്ടാക്കുള്ളൂ? ഇനി നെക്സ്റ്റ് എന്താ ഉള്ളത്? പൊളി ലെവലിലായില്ല കേട്ടോ, സംഭവം ആയിട്ടില്ല. ഇത് എത്ര ആയിട്ടോ? ഇതിവിടെ ആദ്യം ഉണ്ടായിരുന്ന സാധനമാണ്. ഇതിപ്പോ വലിയ ഷീറ്റ് വെച്ചുകൊണ്ട് ഉണ്ടാക്കി തന്നതാണ്. ഇപ്പൊ നമ്മൾ വളച്ചത് ഗാൽവാനോ ഷീറ്റ് ആണ്. ഓക്കെ, ആ അപ്പൊ ഇതിലിപ്പോ ഒരു ഫ്രെയിം ഉണ്ടാക്കുകയാണെങ്കിൽ എക്സ്പെൻസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇപ്പൊ ഒരു വ്യക്തി, ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ ഞാൻ ഈ കട വന്നിട്ട് പറയാണ്, എനിക്ക് ഇതേ ലെവൽ സാധനം വേണമെന്നില്ല, ഒന്നും പാടെ നൈസായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ വേറെ ഷീറ്റ് ഉണ്ടെങ്കിൽ അടുത്ത് വേറെ ഷീറ്റുകളുണ്ട്. എല്ലാ തരത്തിലുള്ള ഷീറ്റുകളും. കാരണം എന്താണെന്നറിയോ, ഇത് പല തരായി റേറ്റ് ആണ് പല കടയിലും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യമുണ്ട്, ഒരു ഷീറ്റിന് മാറ്റേണ്ടതെന്നാണ് പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ അതേ അവസ്ഥയിൽ ഉണ്ടാക്കി തരുന്ന സംഭവങ്ങളുണ്ട്. ഓക്കെ, നമ്മളെ നാട്ടിലെ ചില വെൽഡേഴ്സ് ഇപ്പോഴും ഈ വാതിൽ കട്ടിൽ ഇങ്ങനത്തെ പരിപാടിയിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ ഓൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ സംഭവങ്ങൾ ഈ സ്ക്വയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഓൾക്ക് മൂല കൂട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഫ്രെയിം ആക്കാൻ ഒരു ജോയിന്റ് ആക്കി സെറ്റ് ആക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഈ സാധനം ഇവിടെ ചോദിച്ചു വന്നാൽ കൊടുക്കുമോ? ഈ കാണുന്ന സംഭവം എന്താണ്? ഫൗണ്ടേഷൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പില്ലർ ബോക്സ് ആണ്. പില്ലർ ബോക്സ് ഹെവി വലുത് 2 അടി വീതി ഉണ്ടല്ലേ. ഇതിപ്പോ നിങ്ങള് ഇവിടെ പറഞ്ഞ അളവിൽ കസ്റ്റം ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല. കാരണം എന്താ പാട്, സുഖല്ലേ, റാത്തല്ലേ? നീ കേട്ടോ, ഇതൊക്കെ അതിന്റെ വേറെ ഷീറ്റ് അല്ലേ. ആ കാണുന്ന സംഭവം തന്നെയല്ലേ ഇത്. ഇതതിന്റെ ഫ്രെയിമാണ്, സ്ട്രക്ചർ, അതിലേക്ക് ഷീറ്റ് കയറ്റണം അല്ലേ. ഇതൊക്കെ അതേപോലെ തന്നെ ഇതിപ്പോ ഫില്ലർ ബോക്സ്. ഇത് എത്ര, ഇതിന്റെ അളവ് എത്രയാണ്? 40-20. നമുക്കിപ്പോ ഇതേപോലത്തെ ഫില്ലർ ബോക്സ് ഏത് അളവിൽ വേണമെങ്കിലും അല്ലേ, കടയുള്ള അളവ് തന്നെ വേണമെന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വേറെ എന്താ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ കണ്ട സാധനങ്ങൾക്ക് എന്ത് ലെവലിൽ വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി. ഇതിപ്പോ ജനാലല്ലേ, സിംഗിള് ഒറ്റക്കള്ളി ജനവാതിൽ അല്ലേ. ഇതിൽ എന്ത് വർക്കാ ബാക്കിയുള്ളത്? വിജാഗിരി വെക്കാണ്ട്. ഓക്കെ, അതായത് ഒരു വലിയ പൊളിയും ഒരു ചെറിയ പൊളിയാണ് വരുന്നത്. കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഏതോ ഒരു കസ്റ്റമറെ ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ എനിക്കിത് പൗതിയും ആണെന്ന് പറഞ്ഞു, പൗതി ഡോറും ആണെന്ന് അങ്ങനെ ഉണ്ടാക്കി തരില്ലേ? ഇനിയിപ്പോ ഇതുമേൽ എന്തൊക്കെ വെക്കാണ്ട്? ഓക്കെ, സംഭവം സെറ്റ് ആയില്ലേ. ഇതൊക്കെ GI അല്ലേ ഷീറ്റ്? GI നമ്മളല്ലേ പ്രത്യേകം എന്താ പറയുക, നല്ല വെയിറ്റ് ഉണ്ടാവും അല്ലേ. ഓക്കെ, ചില ആൾക്കാർ എന്ത് ചെയ്യും, വാതിലും ജനവാതിലൊക്കെ പടവിന്റെ കൂടെ വെക്കും. ചില ആൾക്കാർ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഫുള്ള് സ്ട്രക്ചറാക്കി വാർപ്പാക്കിയതിനു ശേഷം പിന്നെയാണ് വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ സൈറ്റിൽ എത്ര ഒറ്റക്കള്ളി ജനവാതിൽ വരുന്നുണ്ടെന്ന് എഴുതിക്കുക, എത്ര 2 കള്ളി, എത്ര 3 കള്ളി, അതേപോലെ ഡോർ എത്ര ഉണ്ടാവുക 2-10, അങ്ങനെയൊക്കെ കറക്റ്റ് അളവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് ഇവരാണ്ട് വിളിച്ചാൽ ഇവർ കറക്റ്റ് സംഭവം സെറ്റപ്പ് ആക്കിയിട്ട് കൊണ്ടുവരും. നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് പല വീടുകളും ട്രെൻഡാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 4 ആൾക്കാർ ഐറ്റിലൊക്കെ ഉണ്ടാവും, വലിയ വിൻഡോ ഒക്കെ വരുന്നുണ്ട് നല്ല ഷോൾ ഏരിയയിൽ. അങ്ങനത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ ആ ക്ലൈൻറ്റിന് ഒരിക്കലും അവിടുത്തെ അളവെടുക്കാൻ കഴിയില്ല.
അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ആ അളവെടുത്ത് ഓലെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന പോലത്തെ നല്ല ഷീറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി കൊടുക്കുമോ? നിങ്ങൾ അവിടെ പോയി അളവെടുക്കും? അവിടെ പോയി അളവെടുക്കും. അതുപോലെ തന്നെ ആ ഒരു അളവിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട മോഡൽ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കും. നമുക്കിപ്പോൾ ഒരു 1000 മുട്ട് അല്ലെങ്കിൽ 1000 ജാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇവരെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് അതൊരു പണിയേ അല്ല. കാരണം എന്താണെന്ന് അറിയോ, എല്ലാ തരായി ഫെസിലിറ്റിയാണ്. വേറെ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ആ യന്ത്രം ഇവിടെ ഉണ്ടാവില്ല. അപ്പം ആ ഒരു സംഭവം സക്സസ് ആക്കണമെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ വേറെ കടനെ ആശ്രയിക്കേണ്ടി വരും. ഇവിടെ ആ പരിപാടിയില്ല. അപ്പം നിങ്ങളെ ഒരു ബിൽഡിങ്ങോ ഫ്ലാറ്റോ വീടോ ഏത് തരായി സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓർഡർ കൊടുത്താൽ പറഞ്ഞ ഡേറ്റിൽ സാധനം അവിടെ എത്തിച്ചേരും. സെറ്റല്ലേ? ഈ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കോൺക്രീറ്റ് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന തോണി എന്ന് പറയുന്ന സാധനമാണ്. ഇതിപ്പോൾ ഏകദേശം 90% പണി തീർന്നിട്ടുള്ളൂ. ഈ ഒരു സംഭവം ഇതേപോലെ ആക്കിയതിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാൻ വേണ്ടി പോണേ. അത് ഒരൊറ്റ ഷീറ്റുമേൽ അല്ലേ? അതാ അത് നേരത്തെ കണ്ട അതേ യന്ത്രത്തുമ്പോൾ തന്നെയാണ്. എമ്മാതിരി വെറൈറ്റി എന്നറിയോ, ഒരു ഫുൾ ഷീറ്റ്. ഈ ഫുൾ ഷീറ്റ് മുറിച്ചുകാണ്ട് 3 പീസൊക്കെ അല്ലേ ചെയ്യുക? ഇത് മുറിക്കൊന്നുമില്ല, ഒറ്റ പീസുമല്ലേ? നല്ല കനണ്ടല്ലോ ഷീറ്റ്. എന്താകുമ്പോൾ ഈ ഒരു ഷീറ്റ് മാത്രം 80 കിലോനോ? അമ്പോ, ഒരു വളക്കിൽ വലിച്ചില്ലേ? ഫുൾ ഷീറ്റിൻ്റെ ഈ സൈഡ് മടക്കി രണ്ടാമത്തെ സൈഡ് മടക്കി കൊണ്ട് കേട്ടോ. വീഡിയോ എത്ര ലെങ്ത് പോയാലും അതവിടെ വെക്കും നമ്മൾ. ഇനി ഈ മെഷീൻ നിങ്ങൾ വേറെ എന്തൊക്കെ ഉണ്ടാക്കും? ഇതേപോലെ വളർത്തിരിക്കാനുള്ള എല്ലാ തറായി ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. മീൻ വണ്ടിക്ക് സ്റ്റീലിന്റെ കൊട്ട, അതൊക്കെ ഫുൾ ഷീറ്റുമ്പല് കട്ട് ചെയ്യാതെ ഉണ്ടാക്കി കൊടുക്കൂലേ? ഒരു മടക്കലായിട്ടോ. ലൈവില് കാണിച്ചു തരാണ്. കാരണം അല്ലേ വരി നിങ്ങൾ കണ്ടോളി ലൈവില്. അയ്യോ സംഭവമായില്ലേ? പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഇതിനിപ്പോൾ സെപ്പറേറ്റ് ആംഗിളറിനൊന്നും ആവശ്യമില്ലല്ലോ. ഇത് ഷീറ്റിന്റെ തിക്നെസ് കാരണം എന്താണ്, ഇതിപ്പോൾ ഒരാൾ കയറി നിന്നാൽ പോലും ഇത് ബെൻഡാവില്ല. അബ്ബാരെ പവറാ സംഭവം. സെറ്റാ. ഒരു ഏരിയ മാത്രം എന്ത് ചെയ്യും, കവർ ചെയ്യും. യന്ത്രങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴേ അതൊക്കെ എന്തിനാന്ന് നമ്മൾ ആദ്യമായിട്ട് കാണാണല്ലോ. അതെന്താ സംഭവം? ഹൈഡ്രോളിക് ആണല്ലോ. വാഷർ അടിക്കാനാണ്. മുട്ടിന്റെ ബാക്കില് ഒരു ഇത് വരും, അതിന്റെ പൈപ്പ് അടക്കാനുള്ള വാഷറാണ്. അതിനായിട്ടുള്ള യന്ത്രപ്പതി. പിന്നെ ഈ യന്ത്രം നമ്മൾ കട്ടിങ് കണ്ട തോണിന്റെ ഈ ചിന്ന ഷീറ്റുകളൊക്കെ കട്ടിങ്ങിന് വേണ്ടിട്ടെങ്കിൽ ഓക്കെ. ഷീറ്റ് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കും. നേരെ മറിച്ച് ഡയറക്റ്റ് വെന്റ് ആക്കണമെങ്കിൽ അവിടെ തന്നെയാണ്. പിന്നെ ഇതിന്റെ വേഗത്തിൽ ഈ മെഷീൻ എന്താണ്? ഇത് നമ്മൾ ജനലും വാതിലിനും ഹോൾ ഇടാനുള്ള മെഷീനാണ്. ഏത്? ജനവാതിലിന്. ഓക്കെ. ഇതിന് ഹോൾസ് ഇടൂല്ലേ? ലേസർ കട്ടിങ് ഓൾറെഡി നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യും. ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഇതുമ്മിലാവും ചെയ്യും. പിന്നെ ഈ കാണുന്ന കോൺക്രീറ്റിന് ഏത് ഈ മെഷീൻ? ഈ ഹോൾസിലുള്ള ഈ മെഷീൻ, ഈ ജാക്കിയൊക്കെ വെച്ചിട്ടുള്ള മെഷീൻ നിങ്ങൾക്ക് ഈ സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഈ ജനൽ മുതൽ സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷീറ്റ് മടക്കി തരുന്നുണ്ട്. ഈ മെഷീനും ഉണ്ടാക്കി തരും. അടിച്ചാണി നല്ലൊരു പോയിന്റാ പറഞ്ഞ കളി. ഇനി വരി ആ സംഭവം എന്താന്ന് പറഞ്ഞാൽ നേരത്തെ കളി ഇത് പ്രസ്സിങ് അല്ലേ? ഇങ്ങോട്ടേക്ക് എത്രമാതിരി സാധനം ഉണ്ടാക്കിച്ചിട്ടുണ്ടോ? ചെറിയ ചെറിയ ബെൻഡിങ്, പ്രസ്സിങ്. വലിയ ടൈലിന്റെ കടയിലൊക്കെ പോയിക്കാണെങ്കിൽ ഈ ടൈല് പൊക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ ഇതേപോലെ വലിയ ഹൈബീമൊക്കെ വെച്ചിട്ട് ക്രെയിനോടെ കാണാൻ പറ്റും ഓൾറെഡി. കാരണം എന്താണ്, സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു ക്രെയിൻ ഇവിടെ ഉണ്ടല്ലോ. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? നമുക്ക് വലിയ പ്ലേറ്റ് ഒക്കെ വരും, ഹെവി പ്ലേറ്റുകൾ, ഹെവി ഷീറ്റ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട്, അതായത് ഓരോ മെഷീനറിയിലേക്ക് ആൾക്കാരെ കൊണ്ട് പിടിച്ച് കയറ്റി വെക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ സഹായം തേടും. ഓക്കെ, ഇതൊന്നും താത്തിക്കാണി. മതി, ഒന്ന് നോക്കിയാണി. ഇതിന്റെ പവർ നോക്കാനാ. റെഡിയാ സംഭവം. തെറ്റാ. നിങ്ങൾ എത്ര വെയിറ്റുള്ള സാധനം കൊണ്ടുവന്നോളി, കോമ്പൗണ്ടിൽ എത്തിച്ചാൽ മതി. ബാക്കി ഇവിടെ നമ്മൾ ഏൽക്കും. ഈ കോമ്പൗണ്ടിലാണ് കയറി കഴിഞ്ഞാൽ ഒരു മെഷീൻ അവിടുന്ന് രാവിലെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം തീരുള്ളൂ. അതിനത്ര സാധനം അവരെടുത്തുള്ളേ. ഈ കാണുന്ന ജോയിന്റ് മാത്രം എന്ത് ചെയ്യാ, ബെൽഡ് ചെയ്യണില്ലേ? ഈ യന്ത്രത്തുമ്മിൽ ഇട്ടുകാണ്ട് ആ നല്ല തിക്നെസ് ഉള്ള ഷീറ്റ് വളച്ചുകാണ്ട് ഈ ലെവൽ എത്തിച്ചിട്ടുണ്ട്. കാരണം അല്ലേ, ഇതിപ്പോൾ വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 40 സെന്റിന്റെ റൗണ്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഈ കിണറിന്റെ മോൾഡിങ്, അതായത് കോൺക്രീറ്റിന്റെ റിങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ചെറിയ മോൾഡിങ്ങും വലിയ മോൾഡിങ് ഒക്കെ ഉണ്ടാക്കി തരുമെന്നുള്ളത്. അത് നിങ്ങൾ ഏങ്കുത്തൊന്നും ഇല്ലാതെ പക്ക സെറ്റാക്കി ഉണ്ടാക്കൂലേ? ഈ വളഞ്ഞു നിൽക്കുന്ന സാധനം എന്തിനാണ്, എങ്ങനെ ഉണ്ടാക്കി, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്? ഇത് നമ്മൾ റൗണ്ട് പില്ലറിന്റെ, അതായത് പില്ലർ റൗണ്ട് ഷേപ്പിൽ വരുമല്ലോ. മാത്രമല്ല റൗണ്ട് ഷേപ്പിൽ വരും. ഓക്കെ. അപ്പൊ അതിന് പിടുത്തം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അതിന്റെ നേർ പൗതിന് കട്ട് ചെയ്യും.
ഇനി നമ്മൾ നേരത്തെ ഷീറ്റ് ചേർക്കുന്നുണ്ടല്ലോ, ആ ഷീറ്റ് ഇതിനുള്ളിൽ അടിക്കുക അല്ലേ? അതെ. സ്ക്വയർ ഫില്ലറിന് പകരം റൗണ്ട് ഫില്ലർ വേണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ പുറത്ത് കൊടുക്കുന്ന സപ്പോർട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് വളച്ചത് ഈ സാധനം പട്ട അവിടെ ഒരു മെഷീൻ കണ്ടില്ലേ? ആ കാണണേ. അതേ മെഷീന്റെ വേറെ അച്ചുണ്ട്, വേറെ ഡൈ ഉണ്ട്. ആ ഡൈ വെച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ റോൾ ചെയ്ത് പോയിരുന്നു. ഏത് തരായി സ്ഥാപനത്തിനും ഇരുമ്പിന്റെ ഇമ്മാരി എന്ത് സെറ്റപ്പ് ഉണ്ടെങ്കിലും അവിടെയും മുന്നിൽ തിരിഞ്ഞുകൊണ്ട് ഒരുപാട് കട കയറി ഇറങ്ങി ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഡയറക്റ്റ് ഇങ്ങോട്ട് പോരി. ആ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാവും. എന്തേ ഈ കാണുന്ന സാധനം മൊത്തം നമ്മൾ ഇതുവരെ കണ്ട മെഷീനിൽ ഉണ്ടാക്കി സെറ്റപ്പ് ആക്കി പണി തീർത്ത് വെച്ച കുട്ടപ്പന്മാരാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ 2 സ്പാന് 3 സ്പാൻ എന്ത് സാധനമാണെന്ന് വെച്ചാൽ ആ എണ്ണയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. വണ്ടിയായിട്ട് വരികയാണെങ്കിൽ സാധനം അയക്കാണ്ട് കയറ്റി തരും. നേരെ മറിച്ച് വണ്ടി ഇല്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം നമ്മൾ ഇവിടുന്ന് വണ്ടി കയറ്റി നിങ്ങൾ സൈറ്റിൽ ഇറക്കി തരും ചെയ്യും. അപ്പോൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊട്ട മുതൽ പരിചയപ്പെടാം. കൊട്ടന്റെ പാടെന്താ, ഷീറ്റ് തിക്നെസ് അല്ലേ? ഹെവി ആയിട്ടുള്ള കല്ല് ഒരു 5 ചെങ്കലും ഉണ്ടെങ്കിൽ ഞാൻ 6 കൊണ്ടുപോലെ 5 മതി. നമ്മളെ പ്രേക്ഷകർക്ക് 5 മതി. ഞാൻ തരാം, മറ്റേ ബോഡി ഒടിഞ്ഞു പോകും. പിന്നെ കാണുന്ന സ്പാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളെ ദുനിയാവിലെ ബിൽഡിംഗ് വർക്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് സ്പീഡാക്കാൻ ഉപയോഗപ്പെടുന്ന ഒരു സാധനം സ്പാനാ. പണ്ട് മുട്ടും പല കടിച്ചുകൊണ്ട് കുറെ ടൈം നോക്കിയ സംഭവത്തിൽ നിന്ന് കെട്ട് സ്പാൻ വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ ഷീറ്റ് നിരത്തല്ലേ പരിപാടി സുറ. അപ്പൊ സ്പാൻ എത്ര തരായുണ്ട്? സ്പാന് 8 അടി 4 അടിയാണ് നമ്മൾ കോമൺ ആയിട്ട് തരായാണ് ഓൾറെഡി ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ കിണറ്റിലേക്ക് പൊതുവെ കുട്ടി സ്പാനെ കൊണ്ടുപോകല്. അപ്പൊ ഇത് കാണുന്ന വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ എന്താ പറയുക, ഈ 8 അടി മാണ്ടി വരില്ല, ആ 4 അടി മാണ്ടി വരില്ല, ഓനക്ക് വേണ്ടത് 6 അടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉണ്ടാക്കി തരും. എല്ലാ കോളേജിലും ഉണ്ടാക്കി തരാൻ ഇവിടെ തയ്യാറാണ്. ഇപ്പൊ ഉണ്ടാക്കി വെച്ച വേറെ ഒരു സെറ്റപ്പാണ് ഈ കാണുന്ന നമ്മളെ ഷിഗാല എന്ന് പറഞ്ഞാൽ സ്കാഫോൾഡിങ് ഏത് ലെവലും ഉണ്ടാക്കും. സ്കാഫോൾഡിങ്ങിനെ പറ്റി ഓർ വർത്താനം പറയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാണ് ഇതൊരൊറ്റൊന്ന് കണ്ടാൽ പോരെ. ഇത് കാണാത്ത ആൾക്കാരുണ്ടാവില്ല. നമ്മളെ വീട്ടിലൊക്കെ അപ്സ്റ്റെയറിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ റാമ്പ് അടിച്ചുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ ചട്ടി കയറ്റല്. അപ്പോൾ ആ ഒരു സാധനമാണ്. ഇനി ഇതിൽ നിന്ന് എന്താണ് ഉപകാരം എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഗോഡൗൺ ഉണ്ടാക്കി, ആ ഗോഡൗണിൻ്റെ മുകൾക്ക് ഇതേപോലെ ഒരു കോൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ വന്നുകൊണ്ട് റെഡിമെയ്ഡ് ആണ് വാങ്ങിക്കൊണ്ടുപോകാം. ഇതൊക്കെ പീസാ നേരെ അവിടെ കൊണ്ടുപോകാം. കോൺക്രീറ്റ് ആയിട്ട് റാമ്പ് കൊടുക്കണം. അതേപോലെ തന്നെ ഈ 2 സാധനം സെറ്റാക്കുക, സ്റ്റെപ്പ് കയറ്റി വെക്കുക. ഇനി ഇതിനുള്ളിൽ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരും, എല്ലാം കാണണമല്ലോ. ഇതൊക്കെ നമ്മളെ റാമ്പിൻ്റെ ചവിട്ടുകൾ കേട്ടോ. ഈ കാണുന്നതാണ് ജാക്ക്, അത് മുട്ട്. ഒരൊറ്റ ഡൗട്ട് നിങ്ങളെ കടൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചോദിക്കുകയാണ്. അതായത് ഒരു കസ്റ്റമർ ഇന്നിവിടെ വന്നിട്ട് ഒരു 500 ജാക്ക് മറ്റന്നാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പിച്ചു കൊടുക്കും. നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഓൾറെഡി സ്റ്റോക്ക് ആണ്, അത്രയും പണിക്കുവരാണ്. അപ്പോൾ ഇവരെ ആ വർക്കിൻ്റെ ഒരു പ്രത്യേകത നോക്കി നമ്മൾ കുറഞ്ഞ സമയമാണ് ഇപ്പോൾ ചോദിച്ചത് 500 ജാക്കിക്ക് വേണ്ടി. അതൊക്കെ ഒരു പടാപട ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് പോവാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാ 2 കള്ളി ജനവാതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3 കള്ളിൻ്റെ പണി തീർന്നുണ്ട്. 2.10 ഹൈറ്റിലുള്ള നല്ല ഹെവി 90 സെൻറ്റി വീതി വരുന്ന മെയിൻ ഡോറാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മളെ സെൻട്രിങ് വർക്കിൽ ലിൻഡലിന്റെ പീസ് അല്ലേ, ലിൻഡലിന്റെ സൈഡിലെ 8 ഇഞ്ച് 6 ഇഞ്ച് വീതി വരുന്ന ലിൻഡലിന്റെ സൈഡ് 8 ഇഞ്ച് 6 ഇഞ്ച്. അതേപോലെ തന്നെ ഇത് നമ്മൾ ചാട്ടം പുറത്തേക്കുള്ള ഇതിലൊക്കെ എല്ലാ സാധനങ്ങളാണ്. ഇത് സാധാ ഷീറ്റ് കേട്ടോ. ഷീറ്റൊന്നും പിന്നെ വില അപേക്ഷിച്ചിട്ടൊരു അരല്ല. ഇവിടെയൊക്കെയാണ് ഹെവി. ഇനി ഇവിടെ മെയിൻ കാണിക്കാൻ വിട്ടുപോയൊരു സംഭവമുണ്ട്. നമ്മൾ CNC കട്ടിങ്ങിന്റെ ആ ടീപ്പോയി, അതൊരൊറ്റ ഒന്ന് കണ്ടാൽ മതി കട മുതലാവാൻ. ഇതാ തിക്നെസ് ഉള്ള ആ പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സംഭവം. അതെ, ഇത് ടീപ്പോയിന്റെ ബേസ് ആണ്. നമുക്ക് ഇനി പെയിന്റ് അടിച്ച് കണ്ട് ഗ്ലാസ് ഇടാൻ മാത്രം ഉണ്ടാവും. പക്ഷേ ഇതിന്റെ ഈ മെഷീൻ ഇവിടെ ഇല്ല. അത് നമ്മളെ ആസ്ഥാനത്ത് തന്നെ പോണല്ലേ. ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാ, ഗ്ലാസും വെക്കാം, ഗ്രാനൈറ്റ് എന്തും വെക്കാം. അത് പുറത്തേക്ക് വീഴാതൊക്കെ വേണ്ടിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് ഇട്ട് സംഭവം നേക്കാണ്. അപ്പൊ ഇനി ഇവിടുത്തെ കാട്ടിയും ഹൈ ലെവൽ സംഭവങ്ങൾ കാണണമെങ്കിൽ ഇവർ ആസ്ഥാനം കാണണം. അവിടേക്ക് പോവാം. നമ്മൾ നേരത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ സ്ഥാപനം മലപ്പുറം പടപ്പറമ്പിറ്റ് പെരിന്തൽമണ്ണ റൂട്ടിലുള്ള VK ട്രേഡേഴ്സ് ആയിരുന്നു. അവിടുത്തെ കണ്ടമാനം സാധനം കണ്ടില്ലേ. പിന്നെ അവിടുന്ന് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഇവർക്കൊരു മെയിൻ ഹെഡ് ഓഫീസ് മലപ്പുറം കൂട്ടിലങ്ങാടി ഉണ്ട് എന്നുള്ളത്. ആ ഹെഡ് ഓഫീസിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കേരളത്തിലെ ഒരുവിധം ആൾക്കാർക്കൊക്കെ സെൻട്രിങ്ങാർക്കൊക്കെ ഈ സംഭവം അറിയാം. മലബാർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ VK ട്രേഡേഴ്സ് എന്നുള്ള സ്ഥാപനത്തിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ എന്താണ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടതിനെക്കാട്ടിയും ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, പിന്നെ മാത്രമല്ല കണ്ടമാന വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ടത്. ഫ്രണ്ട് കാണിച്ചു കൊടുത്താൽ സൂപ്പർ റോഡാണ്. വണ്ടിയായിട്ടൊക്കെ വരികയാണെങ്കിൽ സാധനം നേരെ കയറ്റി മൊത്തത്തിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. റോഡുമ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതാ ഇവിടെ തൊട്ട് തന്നെ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നിരത്തി വെച്ചിട്ടാണ്. ഇതെന്താണ് സംഭവം? ഇത് ബീം സൈഡ് ആണ്. ഒരടി ബീം സൈഡ് ആണ്. അത് പലക കേരളത്തിലുള്ള ഒരുവിധം സെൻട്രിങ്ങാർക്കൊക്കെ ഈ മലബാർ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അധിക സ്ഥലത്തേക്കും സ്പാനും ജാക്കി മുട്ടൊക്കെ ഇവിടുന്നാണ് പോണത്. ഇനി കുറച്ചും പാടെ മുന്നോട്ട് പോകണമെങ്കിൽ നേരത്തെ നമ്മൾ VK ട്രേഡേഴ്സ് എന്ന് ഒറ്റ ഷീറ്റുമേൽ ഒരു തോണി വളക്കിൻ്റെ സെറ്റപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടത്തെ എന്താക്കി 4 തോണി പണി തീർന്ന് കാണാൻ പറ്റും. ഇതേപോലെ അപ്പുറം സൈഡുമ്പോൾ അടച്ചിക്കുകയാണെങ്കിൽ നമുക്ക് പുഴ കയറി കൊണ്ടേടാം. വെള്ളം കയറില്ലല്ലോ, സംഭവം സെറ്റാട്ടോ.
പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 2 തരം ഷീറ്റ് കാണാൻ പറ്റും. ഷീറ്റിന്റെ വീതി പറഞ്ഞാൽ 50 വീതി, 1 നീളമാണ്. അതെങ്ങനെയാണെന്നറിയോ? ഇത് ഓട്ടിട്ട സംഭവമാണ്. എന്തിനാ ഓട്ടിട്ടെന്ന് അറിയോ? നമുക്കിപ്പോൾ ഇതിന്റെ നേരെ വേക്കിൽ നീളത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പുറത്തെ ഷീറ്റ് കാണാൻ പറ്റും. ആ ഷീറ്റിന് എന്താണ് ഓട്ടമൊന്നും ഇല്ല. അപ്പം ഇതിന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഈ ഷീറ്റുകൾ തന്നെ സൈഡിൽ ഓട്ടമുള്ളതും ഓട്ടമില്ലാത്തതും പല അളവിലും ഇവിടെ സുലഭമാണ്. അപ്പോൾ അത് കണ്ടില്ലേ? ഈ ഒന്ന് കയറിക്കാം. ഇവിടെ വേറെ എന്തൊക്കെ വെറൈറ്റി ഉണ്ട് കാരണമല്ലേ ഈ ഭാഗത്ത്? ഇതിപ്പോൾ അവിടെ വേറെ മോഡൽ ഷീറ്റ് അല്ലേ? അതിപ്പോൾ ഷീറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ? ആടൊക്കെയാണ് ഷീറ്റ് ഉണ്ടാക്കണൊക്കെയാണ്. ഇതാണ് ഇപ്പോൾ ഷീറ്റ് ഉണ്ടാക്കുന്ന സംഭവം. ഷീറ്റിന്റെ സൈഡിൽ ഒരു മടക്കം വരുന്നുണ്ടല്ലോ. ആ മടക്കാനുള്ള അളവ് എടുത്തുകാണ്ട് മുറിച്ചുകാണ്ട് ഈ മെഷീനിൽ വെച്ചുകാണ്ട് നേരെ 4 ഭാഗം മടക്കിക്കാണ്ടാണ് ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഇത്ര കഷ്ടപ്പാടൊക്കെയാണ്. ഓരോ സെക്ഷനിൽ ഓരോ സൈസ് പണി എടുത്തുകൊണ്ടിരിക്കണത്. എല്ലാം ഒരു ഹാളിലല്ല പണിയെടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഏരിയക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഫില്ലറിന്റെ ബോക്സ് അവിടെ കാണുന്ന മാതിരി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇവിടെ വെൽഡിങ്ങാരുണ്ട്. പിന്നെ ഇപ്പുറം സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളെ പൈപ്പ് മുട്ടി വെൽഡിങ് നടക്കുന്നുണ്ട്. ഇവിടെ ഓട്ടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സ്പാൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന മൂലയില ഒരുപാട് പണിക്കാരെ നിരന്തരം റെസ്റ്റ് ഇല്ലാതെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സാധനത്തിന് ഓർഡർ എന്നാലും ഫടാഫട് സാധനം അതിനെ കായ് അറിഞ്ഞില്ല. ഇങ്ങോട്ട് വാ കേട്ടോ. ഇതൊക്കെ വലിയ ബോക്സ് ആണല്ലോ. ഒക്കെ എടുത്ത് പൊന്തിക്കാൻ തന്നെ 2 കിലോ ആണല്ലേ? ശരിക്കും എല്ലാവരും മുറ്റു നോക്കണ ഒരു സംഭവം എന്താ വെച്ചാൽ സ്പാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് സ്പാനിന്റെ സൈഡിൽ വെക്കുന്ന സംഭവം അല്ലേ? ഇതല്ലേ സംഭവം? സെപ്പറേറ്റ് വന്നിട്ട് ഉണ്ടാക്കി എടുത്തുകൊണ്ട് നിൽക്കുന്ന സംഭവമാണ് സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അല്ലേ ഒരൊറ്റ മിനിറ്റ്, ഈ വെൽഡിങ്ങിന് ഒരു വെറൈറ്റി ഉണ്ടല്ലോ, ഹോൾഡർ ഒക്കെയാണ്. എന്താ സംഭവം? എന്താണ്? മിഗ് വെൽഡിംഗ് ആണ്. ഞാനാദ്യമായിട്ടാണ് പവർ ഇതിനല്ലേ. ഇപ്പൊ സ്പാൻ മേലെ ധൈര്യമായിട്ട് ഓടിയും കയറിക്കുക. ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സ്പാന് സെന്റർ ഓടിയുള്ള ടെൻഷൻ ഒന്നും ആരും അടിക്കേണ്ട ആവശ്യമില്ല. വെൽഡിങ് മിക്കാണ്. ഒരു ഫേമസ് ആവില്ലേ? ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്പാൻ എന്ന് പറഞ്ഞാൽ 4 ചെറിയ കുട്ടി സ്പാനാണ്. ഇത് കഴിഞ്ഞാൽ ഇതൊക്കെ ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലുതും ഉണ്ടാക്കും, എല്ലാ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് കയറിക്കാണ്ട് ഈ ഏരിയ മൊത്തം കണ്ടു കഴിഞ്ഞ് അവിടെ പുറത്തിറങ്ങി ഇതിന്റെ ഓരോ സെക്ഷനിലേക്ക് വണ്ടി വരാൻ വേണ്ടിട്ട് വഴി കൊടുത്തിട്ടുണ്ടല്ലേ? സാധനം കയറ്റാനും ഇറക്കാനും. എന്താ സംഭവം വെച്ചിട്ടാണെങ്കിൽ സംഭവമൊക്കെ ഫുള്ള് ഹെവി വെയിറ്റുള്ള സാധനങ്ങളല്ലേ? അപ്പൊ ഇവിടുത്തെ ഒരു സാധനം ഇത് കൂടെ കൊണ്ടുപോയി അവിടെ കയറ്റേണ്ട ആവശ്യമില്ല. ലോടത്ത് പോയി ഫുൾ സെറ്റപ്പ് പരിപാടിയാണ്. പിന്നെ ഇവിടെ നിന്ന് അടുത്ത സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇത് നമ്മളെ സ്റ്റെപ്പ് റാമ്പിന്റെ സ്റ്റെപ്പിന്റെ ഒക്കെ നേരത്തെ കണ്ട റാമ്പിന്റെ സ്റ്റെപ്പിന് ചവിട്ടിനടിക്കുന്ന ചെറിയ പട്ട. പിന്നെ സ്പാനിനുള്ള പട്ടകള്, സ്പാനിനുള്ള കമ്പി, ആവശ്യമുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതെ. ഈ പുറത്തേക്കാണെങ്കിൽ അങ്ങോട്ടും കൊടുക്കൂലേ? ചോദിച്ചു വന്നാൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തും കൊടുക്കും. ഹെവി ആണല്ലോ. ഒക്കെ നമ്മളെ റോ മെറ്റീരിയൽസ് തന്നെയാണ്. ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ ലെയ്ത്ത് വർക്ക്, നമ്മൾ എല്ലാവിധ ലെയ്ത്ത് വർക്ക് എടുക്കും. പിന്നെ ത്രെഡ് അടിക്കണമെങ്കിൽ അങ്ങനെ ത്രെഡ് അടിക്കും. പിന്നെ നമ്മൾ ഇവിടെ മിക്സർ മെഷീൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്. അതിന്റെ സർവീസിങ് പുതിയത് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ പുതിയ ഉണ്ടാക്കും. ഒന്നും കൂടുതൽ എളുപ്പത്തിൽ കാണണമെങ്കിൽ അവിടെ പോയാൽ മതി. അതെ, നമുക്ക് അവിടെ പോവാം. ഒന്ന് ഫുള്ള് ചുറ്റിക്കറിയാ ഇതൊക്കെ റിപ്പയറിംഗ് വർക്ക് കേട്ടോ. ഫുള്ള് റിപ്പയറിംഗ് ആണ്. ഇതിന്റെ ചക്രം മാറ്റാനുള്ള ഇത് പാച്ച് വർക്കിന് വന്നാണ്. പാച്ച് വർക്കിലെ അതായത് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ ഷീറ്റൊക്കെ തുരുമ്പിടിക്കുക ഓട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നിട്ടാണെങ്കിൽ പുതിയ ഷീറ്റൊക്കെ അടിച്ചുകൊണ്ട് കറക്റ്റ് ആക്കി സെറ്റ് ആക്കും. എത്ര തിക്നെസ് ആണ്? 5 mm തിക്നെസ്. 5 mm ഷീറ്റാണ്. ഈ കോളത്തിൽ വളച്ച് ഈ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നേരാണ്ട് കയറ്റി വെക്കുക, കറക്കുക, വെള്ളം പാരുക, ഇവരായിട്ട് സിമെന്റ് ഇടുക, കോൺക്രീറ്റ് അടി. ഈ കോമ്പൗണ്ടിക്ക് എന്തെങ്കിലും വലിയ മെയിൻ ട്രബിൾ എന്നൊക്കെയാണ് ഇവിടേക്ക് വരിക അല്ലേ? അതിന്റെ മേശാണ് ഈ കാണുന്നത്. ഇത് ഉന്തുവണ്ടിന്റെ വീല് സെറ്റ് ആക്കുക. ബെയറിംഗ് ഇല്ലേ? കറങ്ങൂലേ? നമ്മൾ ഫസ്റ്റ് കാണിച്ച കമ്പനിയിൽ നിന്ന് ഇതേപോലത്തെ റോളർമേൽ ഒരു തിക്നെസ് കമ്മിയായിട്ടുള്ള ഷീറ്റ് വളച്ചിക്കാണ്ട് സെറ്റപ്പ് ആക്കുന്ന കാര്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് അത് ഈ കമ്പനിക്ക് വന്ന സമയത്ത് ഇതുമേൽ ഉണ്ടാക്കിയ ഒരു റൗണ്ടാണ് ഈ കാണുന്നത്. ഇതിന്റെ തിക്നെസ് നോക്കിയാണ് എത്ര ഉണ്ട്? 6 mm തിക്നെസ് ഉണ്ട്. നമുക്ക് 12 mm വരെ ചെയ്യാം, 12 mm വരെ ചെയ്യാം, 12 mm വരെ വളയ്ക്കാൻ പറ്റും. ഇതിന്റെ റൗണ്ടാ, ഒരു ഏങ്കുത്തോ ഒരു കോങ്കുത്തില്ല, പക്ക റൗണ്ടാ. ഇനി ഉണ്ടല്ലോ ഈ പോക്കോയിലിൻ്റെ ഒരുപാട് വലിയ സെറ്റപ്പ് ഉണ്ടാവും, നീളത്തിൽ ആകാശത്തൊക്കെ കയറ്റിയേക്കാൾ സംഭവം. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അളവും വിടുത്തും ലെങ്ത്തൊക്കെ എടുത്തുകൊണ്ട് പ്ലാൻ വരച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ പണിക്കാരും സെറ്റാണ്. പിന്നെ ഈ ഉണ്ടാക്കി ഈ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കണ പാച്ച് വർക്ക് ചെയ്യണ ഈ യന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് പണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറക്കും. അങ്ങനെ ഇങ്ങോട്ട് ഇറക്കിക്കാണ്ട് ഒന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയ ഒരു സംഭവമാണ് ഈ കാണുന്നത്. പിന്നെ ഷീറ്റൊക്കെ അടിയിൽ ഫുള്ള് പരിപാടിയാണ്. പിന്നെ ഇവിടുന്ന് വണ്ടിയിൽ പോകാനുള്ള വണ്ടി ഇങ്ങോട്ട് വരാനുള്ള സെറ്റപ്പുണ്ട്, എടുത്ത് വണ്ടി വരും, കയറ്റി കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. കാരണം അല്ലേ ഇവിടെ ഒരു വെറൈറ്റിയും പാടുണ്ടല്ലോ, ഇവിടെ ഗ്യാസ് കട്ടിങ് ഉണ്ട്, ഹെവി വെൽഡിങ് ഉണ്ട്, എല്ലാ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മളെ ബിഞ്ചുകളുണ്ടല്ലോ,
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കിണറ്റിക്കൊക്കെ കല്ലിറക്കാനും അതേപോലെ തന്നെ ഹെവി ഗോഡൗണിലേക്കും ഫാക്ടറിക്കൊക്കെ സാധനം കയറ്റാനുള്ള നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള ഏത് സ്ട്രക്ചറിലും സാധനം ഇവിടെ വെച്ച് ഉണ്ടാക്കി തരും ഇല്ലേ? ഇതാ കോമ്പൗണ്ട് സാധനം ബിൽഡിങ്ങിന്റെ ഒരു നിലയിൽ ഒരു നിലയ്ക്ക് കയറ്റാനുള്ള ലിഫ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ഇത് കണ്ട് റോളറാണിത്. കോയമ്പത്തൂർ നിന്ന് ഇതിന്റെ അച്ച് കൊണ്ടുവരും, എന്നിട്ട് ഇവിടുന്ന് ഇതിന്റെ ചാലും ഇതിന്റെ ബെയറിംഗിന്റെ ഷീറ്റിംഗും ഒക്കെ വെട്ടും, സെറ്റ് ആക്കിയിട്ട് ഇതിന്റെ വിഞ്ചിന്റെ റോപ്പ് ചിറ്റാളെ ഇത് അതിന്റെ റോളറ്. ഇതും അതേമാതിരി തന്നെ കൊടുത്തിട്ടുണ്ട് ബെയറിംഗ്. പെയിന്റിൽ മുക്കിയാണ് എടുക്കല്. ഒരുപാട് മെഷീനറി വെക്കാം, ഉണ്ടാക്കി വെച്ച സാധനം സ്റ്റോക്കും പെടുത്താനാണ് അല്ലേ? അതെ. ഇതൊക്കെ ചെറിയ കുട്ടി സ്പാനാണല്ലോ, വണ്ടിമേല കൊണ്ടുപോകില്ല ഇതേമാതിരി. ഇങ്ങനെ പെയിന്റിൽ മുക്ക ചെയ്യാ, എന്താ ബ്രഷ് എടുത്ത് അടിച്ച കുഴപ്പമുണ്ട്? എല്ലായിടത്തും ആവൂല. ബ്രഷ് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ആവൂല. നമുക്ക് ഗ്ലൗസ് ഇട്ടൂടെ? ഇതൊക്കെ ഇതിൽ മുക്കിയത് തന്നെയാണ്, തുരുമ്പ് പിടിക്കൂല. ഇത് എന്തിനാണ് ഇതിൽ മുക്കണെന്ന് വെച്ചിട്ടാണെങ്കിൽ അത് കാരണം തന്നെ പറയല്ലോ പറഞ്ഞേ. തുരുമ്പ് കയറൂല. ഓക്കെ, പെയിന്റ് പോവും. അപ്പോഴും കാര്യമായിട്ട് പറഞ്ഞ വെച്ചാൽ മുക്കണേന്റെ മെയിൻ തുരുമ്പ് കയറാതെക്കാനാണ്. ഇനി ഈ സംഭവങ്ങളൊക്കെ മുക്കിയിട്ട് ഇങ്ങോട്ട് കഴിച്ചിക്കൂലേ? ഇതൊക്കെ നാളെ തെറ്റല്ലേ? ഇതൊക്കെ ഇപ്പൊ സ്റ്റോക്കായിട്ട് ഇതൊക്കെ സാധനം ഉണ്ടാക്കിയ സ്റ്റോക്കാണ്. എങ്ങോട്ടൊക്കെയാ? അവിടെയൊക്കെ ചാക്ക് കണ്ടില്ലേ, വലുത് ചാക്ക്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവർക്ക് ഇനി കുറച്ചുപാട് ഹൈറ്റ് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് കസ്റ്റം ചെയ്ത് കൊണ്ട് ഉണ്ടാക്കി തരാനോ കമ്പനി തെറ്റാണ്. ഈ കാണുന്ന കോൺക്രീറ്റ് കൊയ്ക്കണ മിക്സർ മെഷീന് ഈ ലെയ്ത്തിൽ ഉണ്ടാക്കിയ കൈപ്പണിയാ. എന്തേ ഇത് മോട്ടർ മാത്രം സെപ്പറേറ്റ് വാങ്ങണല്ലോ. ഇത് ക്രിലോസ്കർ എന്ന കമ്പനിന്ന് വാങ്ങേണ്ടതാണ് എഞ്ചിന്. അതെ, ഇതിന്റെ സെറ്റപ്പ് നോക്കിയാ. ഇതിന് മുമ്പ് ഇങ്ങനത്തെ സാധനം ഒരുപാട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കുറേ ഉണ്ടാവും. നമ്മൾ ലെയ്ത്ത് നമ്മളെ നാട്ടിലെ ചെറിയ ലെയ്ത്ത് പോയിക്കാണ്ട് ചെറിയൊരു കേസിന് വേണ്ടി വരിക്കേണ്ട ആവശ്യമില്ല. എങ്ങോട്ടൊക്കെയാണ് ഏതാ ക്ലാസ് സാധനങ്ങളാണ് ഇതൊക്കെ. സാധനം എപ്പോഴും ഒന്ന് സ്റ്റോക്ക് ഉണ്ടാവില്ലേ? എടുത്തു കൊടുക്കാം. സ്റ്റോക്ക് എപ്പോഴും റെഡി ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓളോബ്രിക്സിന്റെ കമ്പനിയിലൊക്കെ ഉണ്ടാവില്ല നമ്മൾ മറ്റേ വൈബ്രേഷൻ മെഷീൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സാധനങ്ങൾക്ക് സിമ്പിൾ ആക്കി ഉണ്ടാക്കി അത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഹൈഡ്രോളിക് സംബന്ധമായ എല്ലാ മെഷീനുകളും നമ്മൾ ഒരുവിധ മെഷീനുകളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ മലബാർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിലെ നമ്മളിപ്പോ എത്രത്തോളം കണ്ടവന്നല്ല ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ലേസർ കട്ടിങ്ങിന്റെ ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ആ യന്ത്രത്തിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ടീപ്പോയി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മറ്റേ സ്ഥാപനത്തിൽ നിന്ന് ഒരു ടീപ്പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല, അത് വേറെ മോഡലായിരുന്നു. ഇത് വേറെ മോഡലാണ്. ഇത് പ്രൈമറൊക്കെ അടിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു മൾട്ടിബുട്ടിന്റെ പീസ് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചെറിയതാ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്നതിന്റെ ചെറിയ അടയാളങ്ങളാണ്. ഓക്കെ, ഇത് ചന്ദ്രക്കലയാണ്, ഇത് ഓം എന്നാണ് അല്ലേ? എല്ലാ സംഭവങ്ങളും ഇനി കേട്ടോ കേട്ടോക്കിയാ. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് വേറെ ടീമിന് ഉണ്ടാക്കിയതാ? അല്ല, നമ്മൾ ഡിസ്പ്ലേക്ക് ഉണ്ടാക്കിയതാണ്. അറബിക് കാലിഗ്രാഫി. നിങ്ങൾക്ക് ഏത് മോഡൽ ഉണ്ടാക്കി തരും? ഇതിപ്പോ ഉണ്ടാക്കി വെച്ചതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് SS-ന്റെ ഷീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വർക്ക് എക്സ്ട്രാ ഇല്ല. ഇനി അതുണ്ടെങ്കിൽ ഇത് സ്റ്റൈല് കൂട്ടണമെങ്കിൽ ഇതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ LED വെച്ചാണ് സെറ്റാക്കി മാറ്റും. നേരെ മറിച്ചത് SS ആയതാണ്. അപ്പൊ ഇത് വേറെ ഏതൊക്കെ ഷീറ്റ് ചെയ്യും? വേറെ നമുക്ക് MS-ൽ ചെയ്യാം, GP ചെയ്യാം, GI-ൽ ചെയ്യാം, ഏത് ഷീറ്റിലും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എപ്പോക്സി വേറെ പെയിന്റ് ഒക്കെ അടിച്ച് മാറ്റാൻ പറ്റും. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് എത്രത്തോളം ഡിസൈൻ ഒക്കെ കാണിച്ചു തന്നു. ഒരു ഡൗട്ട് കൂടെ വെക്കട്ടെ. ഒരു വ്യക്തി ഒരു വീടിന്റെ ഈ സ്റ്റെയർ കയറി വരുന്ന ഒരു ഏരിയയിൽ ചുമരുമേൽ 1 മീറ്ററിന്റെ ഒരു സ്ക്വയറിൽ ഒരു ഏരിയ ഒഴിവാക്കിയിട്ടുണ്ട്. മൂപ്പർക്ക് വേണ്ടിയത് ഈ ഇരുമ്പിന്റെ ഷീറ്റുമേൽ ഒരു ജാളി മറ്റേതാണ് ഇത് ലേസർ കട്ടിങ് ചെയ്യണം എന്നാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മോഡലുകൾ ഇവിടെ വന്നതിൽ ഡയറക്റ്റ് ഇവിടെ തന്നെ മോഡൽ കണ്ട് ചെയ്ത് പോകാൻ പറ്റുമോ? അതോ മോഡലായിട്ട് വരുന്ന ആവശ്യമൊക്കെ ഉണ്ടോ? അടുത്ത് മോഡൽ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ പിന്നെ ഒരു കാര്യം കൂടെ വരട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീടുമ്പോ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ ഒരു ലേസർ കട്ടിങ് ട്രെൻഡായി മാറിയിട്ടുള്ളത്? സത്യങ്ങൾ ഗേറ്റ് മുതൽ ഹാൻഡ് റെയില്, അതേപോലെ പെർ ഹോള്. ഗേറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ? സ്ക്വയർ പൈപ്പ് മേലെ ഇഞ്ചസ് ഒക്കെ വെച്ചിട്ട് നേരെ സ്ട്രക്ചർ ആക്കും. നേരെ പിന്നെ ബാക്കി ഷീറ്റ് ഇട്ടുകാണ്ട് ഡിസൈൻ. അതിപ്പോ ട്രെൻഡായി മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ കോൺക്രീറ്റിന്റെ സ്റ്റെയർ ഒക്കെ പോയി ട്രെൻഡ് ഔട്ട്. അതിന്റെ ബദല് ഇരുമ്പിന്റെ കോണിച്ച് കണ്ട് അതിന്റെ ഹാൻഡ് റെയിലിന്റെ ഇടയിലൊക്കെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതേപോലെ ഒഴിച്ചിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവം നേക്കെ പരിപാടി കേട്ടോ. എന്താ ടീപ്പ് നീ സൂപ്പർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയല്ലേ പോലെ എല്ലാ ഒരു വെറൈറ്റിയും ഇവിടെ കാണിക്കാൻ മറന്നിട്ടുണ്ടല്ലോ. അതാ ഇതെന്താ സംഭവം എന്താ അറിയോ? ഇത് ഇങ്ങനത്തെ സാധനം ഇപ്പൊ എല്ലാ വീടിനും ട്രെൻഡായിട്ട് കമാനുണ്ട്. വീടിന്റെ കമാനം. ആ കമാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? തൂക്കിയിടാൻ പറ്റും.
സൂപ്പറാ. ചെറിയ 2 ഹോൾസ് അതൊക്കെ വളരെ സെറ്റപ്പ് ആക്കി തരും. ഇവിടെ 2 ഹെവി മെഷീൻ കാണാൻ പറ്റും. ഒന്ന് ഈ കാണുന്ന ഹെവി, അതേപോലെ തന്നെ ഒന്ന് അപ്പുറത്തുണ്ട്. കാരണം അല്ലേ ഈ ബാക്കിയുള്ള കാര്യം മൊത്തം നിങ്ങൾ പറഞ്ഞു തരണം. ഈ മെഷീന്റെ പ്രത്യേകത എന്താണ്? കാരണം ഒരേ പ്രവൃത്തി ചെയ്യുന്ന മെഷീനാണ്. അതെ, ഇത് നമുക്ക് 20 mm വരെ 20 mm ഷീറ്റ് വരെ, thickness ഷീറ്റ് വരെ, 3 മീറ്റർ നീളം വരെ, അല്ല 6 മീറ്റർ നീളം വരെ, 6 മീറ്റർ നീളം വരെ ഡിസൈൻ ചെയ്യാം. നേരെ മറിച്ച് 3 മീറ്റർ 12 mm അത്ര പറ്റുള്ളൂ. 3 മീറ്റർ ലെങ്ത്തും 12 mm ഷീറ്റ് വരെ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു സംഭവം കട്ട് ചെയ്ത് കാണിച്ചാൽ പറ്റുമോ? ചിന്ന കട്ടിങ് ചെയ്തുതരാം. ഈ കാണുന്ന ആളാരാന്നറിയോ? നേരത്തെ ആ സ്പാന് കൊണ്ടുപോയി പെയിന്റിൽ മുക്കിയ ആളോ. ഇപ്പൊ മൂപ്പര് പുതിയ കുപ്പായം മാറ്റിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മൂപ്പര് വർക്ക് കഴിഞ്ഞ് വൈകുന്നേരം വരെ എന്നല്ലോ വർക്ക് എന്ന് പറഞ്ഞ ടൈമിംഗ് ഉണ്ട്. രാവിലെ ഞാൻ മൂപ്പര് കാണാൻ പറ്റും. അപ്പൊ എന്താണ് മൂപ്പര് വർക്ക് തുടങ്ങിയതാണ്. ഈ മെഷീന്റെ മുകളിൽ ഒരു 2 mm ഷീറ്റ് വെച്ചിട്ടുണ്ട്. ആ ഷീറ്റിൽ ചെയ്യാനുള്ള ഡിസൈൻ ഇതാ ഇവിടെ ഡിസ്പ്ലേ സെറ്റാണ്. ഈ മോഡലായിരിക്കും ആ സംഭവം വരിക. ബെൽഡ് ചെയ്യുന്ന കാര്യം തന്നെ അല്ലേ? ബെൽഡ് ചെയ്യുമ്പോൾ അതിന്റെ ലൈറ്റിംഗ് രാത്രിയിലെ ബെൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഏരിയക്ക് പോകും. അതേപോലെ തന്നെ ഉണ്ടോ ഈ സാധനം അതിന് ടച്ച് ചെയ്യുമ്പോൾ പൂത്തിരി കത്തുണ്ട്. പൂത്തിരി ഇതെങ്ങനെ കറക്റ്റ് ആക്കി ഈ ഒരടിന്റെ വീതി വേണമെന്നൊക്കെ മനസ്സിലാവണേ? അതൊക്കെ കമ്പ്യൂട്ടറിൽ സെറ്റാണ്. നമ്മൾ ഡ്രോയിങ് സെറ്റാണ്. അതിന്റെ എത്ര വീതി ആ ഒരു പ്ലാൻ വരച്ചു കഴിഞ്ഞാല് ആ പ്ലാന്റെ വീതിയും അതിന്റെ ലെങ്ത് കറക്റ്റ് ആക്കിയിട്ട് അതിനുള്ള ഷീറ്റ് കട്ട് ചെയ്തിട്ടേ ഇവിടെ വെക്കുള്ളൂ അല്ലേ? കുറച്ച് പഠിക്കാണ്ട് എടുത്ത് കണ്ടോ കണ്ടോ കറക്റ്റ് സാധനം വരുന്നുണ്ടോ? ചെറിയൊരു ഓട്ടമാണ് ഇപ്പൊ കട്ട് ചെയ്ത്. ചെറിയൊരു ഓട്ട ഇതാ അടുത്ത ഓട്ട കട്ട് ചെയ്ത് ഒരു പീസ് നിലത്ത് കിണി. ഇതിന്റെ കട്ട് ചെയ്യുന്ന പീസ് കട്ടിങ്ങനെ വീണ് കൊടുക്കൂലേ? സംഭവം നേക്കാട്ടോ. ഇതാണ് ലേസർ കട്ടിങ്. ഇതിപ്പോ 2 mm തിക്നെസ് ഉള്ള ഷീറ്റുമ്മലാണ്. ഇത് 20 mm ഉള്ള അല്ലേ? അതുവരെ നമുക്ക് ഇവിടെ ഹെവി സാധനം വരെ ഇതിപ്പോ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ആ സംഭവം കണ്ടില്ലേ? വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് ലെങ്ത് ഉണ്ടായാലും ഒരുപാട് ആൾക്കാർ കാണാത്ത പല സംഭവങ്ങളും പല സെക്ഷനിലായിട്ട് നമ്മൾ റിസ്ക് എടുത്തിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ പറയാം. പിന്നെ എന്താ പറയുക, ചില ആൾക്കാർക്ക് ലേസറിനെ പറ്റി അറിയണ്ടാവും, ചില ആൾക്കാർക്ക് പിഞ്ചിനെ പറ്റി അറിയണ്ടാവും, ചില ആൾക്കാർക്ക് സ്പാം വേണ്ടി വരും. അപ്പൊ എല്ലാത്തിനും നിങ്ങൾക്ക് വിളിച്ചു കണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെ നമ്പർ നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പം പോവല്ലേ? അതെ, സലാമത്ത്.